അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു അള്ളാഹുടെ തൊട്ടാണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. അഥവാ ഒരാൾ ഒരു നന്മ ഉദ്ദേശിച്ചിട്ട് അതാക്കില്ലാണ്ടായെങ്കിൽ ഒരു പ്രതിഫലം, അതേസമയത്ത് നന്മ ഉദ്ദേശിച്ചിട്ട് അത് ആക്കിത്തീണ്ടായെങ്കിൽ 10 പ്രതിഫലം. അവിടെയാണ് ചൊന്ന് 700 അല്ല അതിരാട്ടി അപ്പുറം കയ്യും കണക്കുമില്ലാത്ത രൂപത്തിൽ തർന്നുകു കഴിവുള്ളവനാണ് അള്ളാഹു. അത് 10 ലക്ഷത്തോളം പ്രതിഫലം അള്ളാഹു തറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസിൽ കണ്ട്, മൻ ദഖല സൂഖ, സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനായ ആള്, സത്യവിശ്വാസിയായ ആള് തെല്ല് ശ്രദ്ധിച്ചാണ്ടായെങ്കിൽ എത്രയാണ് നന്മകൾ ബാരിക്കോരി കൂട്ടുകു അവന്റെ കൊണ്ട് സാധ്യാണ്. മൻ ദഖല സൂഖ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരാൾ ഒരു ടൗണുക്ക് പോയിത്ത്, പട്ടണത്തുക്ക് പോയിത്ത്, എന്നിട്ട് ഫഖാല ബി സൗത്തിൻ മുർതഫിൻ, ജോറ് സൗണ്ടിൽ, മെല്ലല്ല ഉച്ചത്തിൽ ജോറ് സൗണ്ടിൽ അയാൾ ചൊന്തു. എന്താണ് അയാൾ ചൊല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഒരാൾ ചെന്നെങ്കിൽ 10 ലക്ഷ നന്മകൾ അയാൾ കരുതപ്പെടുക, 10 ലക്ഷ തെറ്റുകൾ ഇന്നെങ്ക് മയക്കപ്പെടുക, 10 ലക്ഷ സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെടുക, സ്വർഗത്തിൽ നല്ല ബിൽഡിംഗ് അല്ലാഹു അവനുകു നിർമ്മാണാക്കി കൊടുക്കുടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ചൊല്ലെ, നമുക്ക് നല്ല വിശ്വാസമാണ്, അത് തർന്നുകു കഴിവുള്ളവനാണ് ഞങ്ങളെ റബ്ബ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം തെറ്റ് ഞാൻ ആക്കിയിട്ടില്ലെങ്കിലാ, സുബ്ഹാനല്ലാഹ്, അത്രയും പ്രതിഫലങ്ങൾ പിന്നെയും അള്ളാഹു നമുക്ക് കൂട്ടിത്തറുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. ദൈനംദിന യാത്രാക്കിടങ്കെത്താൽമാരാണ് ഞങ്ങൾ ടൗണുക്ക് പോകുമ്പോ, പട്ടണത്തുക്ക് അങ്ങാടിയെല്ലാം പോകുമ്പോ അവിടെ തെല്ല് ഓർമ്മയാക്കിയിട്ട് ഈ ദിക്ർ, ഇത് കാണാപ്പാടുള്ള ദിക്റാണ് എല്ലാ ആൾമാർക്കും, അതങ്ങ് ഞങ്ങൾ ചൊന്നാണ്ടായെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാടെ വഗ്യ ചെൽഡ്, അതാരാണ്? ഉമർ റളിയല്ലാഹു അൻഹുടെ മോണു. അതുപോലെ സാലിം ഇബ്നു അബ്ദില്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാടെ മോണു സാലിം റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി പണ്ഡിതന്മാർ, മദീനത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും യദ്ഖുലൂന സൂഖ, അങ്ങ ടൗണുക്ക് പോയോണ്ടിന്നാറ് എന്തിക്ക്? ഈ ദിക്റെ മഹത്വം എടുക്കുകയായിട്ട്. കാരണം ടൗണുക്ക് പോയിട്ട് ജോറിലു ഈ ദിക്റങ്ങ് ചെന്നെങ്കിൽ 10 ലക്ഷ നന്മകൾ എഴുതപ്പെടുക, 10 ലക്ഷ തെറ്റുകൾ ഇന്നെങ്ക് മയക്കപ്പെടുക, 10 ലക്ഷ സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെടുക, സ്വർഗത്തിൽ നല്ല ബിൽഡിംഗ്. ആരുകാണിത് വേണ്ടാത്ത? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. ഈ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ നന്മ കിട്ടുകയായിട്ട് മാത്രം, വേറെ ആവശ്യം എന്തോ അങ്കില്ല, പോകുമ്പോ ഇങ്ങനെ ചൊന്നുകൊണ്ടല്ല, അതുക്ക് വേണായിട്ട് മാത്രം അങ്ങ് പോയോണ്ടിന്നാറ് എന്നിട്ട് മഹാന്മാർ നമുക്ക് പരിപാടി തന്നോണ്ടുള്ളാറ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടൊട്ടിಗೆ കേട്ടാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലെ നിങ്ങൾ കേട്ടാറാ, ഒരു നന്മയാക്കിയെങ്കിൽ 10 ലക്ഷം പ്രതിഫലം കിട്ടുക വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നറ. ഇവിടെ ഈ ഹദീസിൽ അതല്ല ചൊന്നെ, അങ്ങാടിക്ക് പോയിട്ട് ദിക്ർ ചൊന്നെങ്കിൽ 10 ലക്ഷം നന്മ കിട്ടു. അത് നിങ്ങൾ കേട്ടാറാണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടൊട്ടിയാണ് കേൾക്കടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടിಗೆ എപ്പോഴും ഹറക്കാത്ത് സക്കനാത്തിൽ ഒട്ടിಗೆ ഇന്നക്കെത്ത സ്വഹാബി ആ മഹാൻ ചൊല്ലു സമയത്തുഹു, അതേ ഞാൻ കേട്ടേ, ഒരു നന്മക്ക് 10 ലക്ഷം നന്മ തർന്നുകു കഴിവുള്ളവനാണ് അള്ളാഹു. അത് ഞാൻ കേട്ടേണ്ട് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പടിപ്പാട്ടി തന്നോണ്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ 10 ലക്ഷമല്ല അതിരാട്ടി അപ്പുറത്ത പ്രതിഫലം തർന്നുകു കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് പടിപ്പാട്ടി തന്നോണ്ടുള്ളത്. ഇങ്ങനെ ധാരാളം പ്രതിഫലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപ്പാട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔദാര്യവാനാണ്, എത്രയും അവൻ തരുക. അപ്പോ ചില റിപ്പോർട്ടിൽ 20 ലക്ഷത്തോളം പ്രതിഫലങ്ങൾ, 20 ലക്ഷത്തോളം അഥവാ അൽഫ് ഹസന, അത്രയും പ്രതിഫലങ്ങൾ 10 ലക്ഷാണ്ട് മാത്രമല്ല 20 ലക്ഷത്തോളം പ്രതിഫലങ്ങൾ ഒരു നന്മക അള്ളാഹു തണ്ടാൻ ചൊല്ലത് ഞാൻ കേട്ടേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വടിപ്പാട്ട് ഒരു റിപ്പോർട്ടിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ സ്വമദൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് പോണൊന്നു വട്ട ചെന്നെങ്കിൽ അയാൾക്ക് 20 ലക്ഷത്തോളം പ്രതിഫലങ്ങൾ അള്ളാഹു കൊടുക്കുടാ. യാറ ചെന്നെങ്കിൽ യാറ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുടാ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമങ്ങക്ക് കൊടുക്കിടങ്കത്തെ ഏറ്റവും വലിയ ഔദാര്യമാണ്. ഒന്നാക്കിയെങ്കിൽ കയ്യും കണക്കുമില്ലാത്ത ഇരട്ടി. ദുനിയാവിൽ ഈ ഓഫർ 6 തരുക. ചിലപ്പോൾ 100 രൂപ റീചാർജ് ആക്കിയെങ്കിൽ നിൽക്ക് 150 രൂപ കിട്ടുന്നത്, അത്ര ചെല്ലു ഒരു 50 രൂപ ആറായിട്ട്, അല്ലെങ്കിൽ ചെറിയ ഒരു ഇരട്ടി ആയിട്ടിരിക്കും. പലപ്പോഴും ഓഫറും ചെന്നിട്ട് ഒരാൾമാർ പോണ്ടേണ്ടുണ്ട്, ഭയങ്കര ഓഫറുള്ള എന്തിരെ 1000 രൂപയുടെ സ്വത്തു
500 കിട്ടു. 500 കിട്ടുമ്പോഴും 300 അവൻ ലാഭം എടുത്തിട്ടിക്കുക. ലാഭത്തമേൽ ലാഭം എടുത്തിട്ടിക്കുക. ಆದರೆ വിവരമില്ലാത്ത നാണ് അത് വലിയ ഓഫർ ചൊന്നിട്ട് അവിടേക്ക് പോണ്ടേ. ദുനിയാവുടെ ഓഫർ അങ്ങനത്തതാണ്. ഒരിക്കലും അങ്ങനെ ഓഫർ തറന്നു പറ്റിയെത്ത ഒരാളും ദുനിയാവിലില്ല. അള്ളാഹു എത്ര വലിയ ഫളുലുള്ളവനാണ്, റഹ്മത്തുള്ളവനാണ്. അവന്റെ അടിമകൾ എത്രയാണ് അള്ളാഹു കൊടുക്കടെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ട്. അവന്റെ യഥാർത്ഥ അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാവട്ട്. വല നജിസിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ. ഖുർആൻ ചൊല്ലത് അതാണ്. അങ്ങ് ആക്കടെ ഏറ്റവും നല്ല പ്രതിഫലം അങ്ങ് ഞങ്ങൾ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കൂടാ, പൂർണ്ണമായി ഞങ്ങൾ കൊടുക്കൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലൂടെ ഞങ്ങൾക്ക് വഴിപാട്ടി തന്നോണ്ടുണ്ട്. അതേ സമയത്ത് വൈൻ ഹമ്മ ബി സയ്യിഅത്തിൻ, ഒരാളൊരു തിന്മയാക്കി വിചാരിക്കുക. ഒരാൾ ഒരു തിന്മ മോശമായ ഒന്നാക്കി വിചാരിക്കുക എങ്കിലോ അല്ല. വൈൻ ഹമ്മ ബി സയ്യിഅത്തിൻ, ഒരാളൊരു തിന്മ ഉദ്ദേശിച്ചിട്ട് പക്ഷെ അതാക്കില്ല, ബുട്ടാവൺ തിന്മ ആക്കണോണ്ടിന്ത് ബുട്ട എങ്കിൽ അവനുകു അതൊരു സൽക്കർമ്മമായി അള്ളാഹു എൽദറ. ഈ ചിന്തരത്തൊട്ട് അവൻ പിറകുപോയത് അത് വലിയ ഖൈറാണ്. അതവൻ വിട്ടുപോയ. അതേ സമയത്ത് അവൻ ആക്കോ വിചാരിച്ചിട്ടിന്ന അതുക്കുള്ള കാരണങ്ങൾ ഒത്തുവന്നില്ല, അതുകൊണ്ടാണ് ആക്കാത്തെ. അതല്ല ഇവിടെ ചെന്നോണ്ടുള്ളേ. ആക്കോ വിചാരിച്ച പഠിച്ചോണ്ട് മേടിച്ചിട്ട് വിട്ട ആക്കോക്ക് ഓണക്ക് സാധ്യമാണ്. പക്ഷേ വേണ്ട, ഞാൻ അത് കില്ലാൻ ചൊന്ന് വിട്ടാണ്ടായെങ്കിൽ അതൊരു സൽക്കർമ്മമായി എഴുതപ്പെടരുത്. അതേ സമയത്ത് ഒരു തെറ്റ് ഉദ്ദേശിച്ചിട്ട് അതാക്കാണ്ടായെങ്ക അവനുക്ക് ഒരു സയ്യത്താണ്, ഒരു തെറ്റാണ് എഴുതരെ. നേരത്തെ ഒരു സൽക്കർമ്മമാക്കുമ്പോ 10 നന്മ എഴുതിയാണ്ടായെങ്കിൽ ഒരു തെറ്റാക്കിയാണ്ടായെങ്കിൽ ഒരു തെറ്റായിട്ടാണ് അതിൽ എഴുതരെ. ഒമൻ ജാഅ ബിസ്സയ്യത്തി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ. ഒരു തെറ്റ് ഒരാളാക്കിയാണ്ടായെങ്കിൽ അതുപോലത്തതാണ് അവിടെ എഴുതപ്പെടുന്നത്. അതേ സമയത്ത് ഒരു തപ്പാക്കിയെങ്കിൽ ഒന്നല്ലേ, ഒരു നന്മയാക്കിയെങ്കിൽ 10 കിട്ടറല്ലേന്ന് ചൊന്നിട്ടു തെറ്റുക്ക് പോണു തീറ. കാരണം മുന്നൽ ഞങ്ങളെ ക്ലാസ്സിലെ വിശദീകരിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന പോലെ ഒരു തെറ്റാക്കുമ്പോ 10 തെറ്റുകൾ അതിലൂടെ അവൻ ആക്കിക്കൊണ്ടുള്ള. അപ്പൊ തെറ്റുകൾ അങ്ങനെ കണക്കെടുത്ത് നോക്കുമ്പോ കയ്യും കണക്കുമില്ലാത്ത ശിക്ഷകളും തെറ്റാണ് അവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യ. അവിടെ ഒരു തെറ്റ് ഒരാളാക്കുമ്പോ ആ ഒരു തെറ്റിലൂടെ 10 തപ്പവണാക്കിടാണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വഴിപാട്ട്. അപ്പൊ ഏതായാലും മിക്കട്ട് ഒരു തെറ്റൊരാളാക്കുമ്പോ അത് അള്ളാഹുടെ ഫളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു ഈ മനുഷ്യരെ മേൽ ആക്കടങ്കെത്ത റഹ്മത്താണ്. അപ്പൊ ഒരു തെറ്റ് ഒരാളാക്കിയായെങ്കിൽ ഒരു തെറ്റായിട്ട് അതിൽ എഴുതപ്പെടരുത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ സ്വഹീഹിൽ റിപ്പോർട്ടാക്കുന്നതാണ്. അവിടെ ചെല്ലു ഫൻദുർ യാ അഖി, നീ ഒന്ന് ആൽച്ചനാക്ക്, ചിന്തിക്ക്. വഫഖനല്ലാഹു വ ഇയ്യാക്, അള്ളാഹു നങ്കും നിങ്കും തൗഫീഖ് തരട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ആളാണ്. ഇലാ അലീമി ലുത്ഫില്ലാ, അള്ളാഹുടെ കാരുണ്യം, അവന്റെ ഇഷ്ടം, അത് ഈ ആൾമാരൊട്ടി എത്ര വലിയ കാരുണ്യ ഉള്ളെങ്കെത്ത ആളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടാ ചൊല്ലെ. കാരണം ഒരു തിന്മയാക്കുമ്പ, ഒരു തിന്മ ഉദ്ദേശിച്ചിട്ട് വിട്ടാണ്ടായെങ്കിൽ ഒരു നന്മയായിട്ട് എഴുതപ്പെടരുത്. അതേ സമയത്ത് തപ്പാക്കാണ്ടായെങ്കിൽ ഒരു തപ്പായിട്ടാണ് എഴുതപ്പെടുന്നത്. നന്മയാവുമ്പ 10 നന്മയായി അതിൽ എഴുതപ്പെടരുത്. എങ്കിൽ അള്ളാഹുടെ ലുത്തുഫു അവനാക്കടങ്കത്തെ കാരുണ്യങ്ങൾ എത്രയാണ്. നീ ഒന്ന് ആൽച്ചനാക്കിട്ടാണ് മഹാന്മാർ നിങ്ങൾക്ക് വഴിപാട്ടി തന്നോണ്ടുള്ളേ. മാത്രവുമല്ല അമ്മൽ ഹാദിഹിൽ അൽഫാള, ഈ പദങ്ങളെ ഒന്നു നീ ആൽച്ചനാക്കി നോക്കൂ. ഏതാണ് പദം? അള്ളാഹു ചൊല്ലെ ഇൻദഹു ഉണ്ടാ, അള്ളാഹു ചെന്നോണ്ടുള്ളേ ഔണ്ട മുട്ട അല്ലെ. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ഇൻദഹു. ഔണ്ട മുട്ടാൻ ചെല്ലുമ്പോ ആ അള്ളാഹുടെ പരിഗണന എത്രയാണ്, അവൻ എത്രയാണ് അടിമകളെ ശ്രദ്ധിക്കടെ, ആ അടിമക എത്രയാണ് കാരുണ്യം അവൻ കൊടുത്തോണ്ടുള്ള. ഇൻദഹുണ്ടാ ചൊന്നോണ്ടുള്ള ഔണ്ട മുട്ട ഹസനത്തൻ കാമില, ഒരു നന്മയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയോണ്ടുള്ള. കാമിലത്തൻ, പൂർണ്ണമായ നന്മയാണ്. അതേ സമയത്ത് തപ്പുടവിടെ അള്ളാഹു ചൊല്ലെ ഒരാളൊരു തപ്പാക്ക എന്നിട്ടത് ബുട്ടാണ്ടായെങ്കിൽ ഔണ്ട മുട്ട ഒരു നന്മയായി കാമിലത്തൻ ചൊന്നോണ്ടുള്ള, കാമിലത്തായിട്ട് ചൊന്നോണ്ടുള്ള. പക്ഷെ വൈനാമിലഹ, ആ തപ്പ് ഉദ്ദേശിച്ചിട്ടാക്കിയാണ്ടായെങ്കിൽ അവിടെ കതബഹ ഇൻദഹുണ്ടില്ല. അള്ളാഹു അതിരെ സയ്യത്തൻ വാഹിദത്തൻ, ഒരു തപ്പായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നിശ്ചയിക്കടേണ്ട്. അപ്പൊ ഈ ഹദീസിലെ ഓരോ പലക്കത്തിലും അള്ളാഹുടെ വലിയ റഹ്മത്തും കാരുണ്യവും ഉണ്ടുണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വഴിപാട്ടി തന്നോണ്ടുള്ളേ. ഫലില്ലാഹിൽ ഹംദു വൽ മിന്ന, എല്ലാ പുകയ്ത്തലും മദ്ഹും നിഅമത്തും അത് അള്ളാഹുവാണ്. അവന്റെ മുട്ടത്തെ കിട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നന്മകൾ നിഅമത്തുകൾ ധാരാളം ഈ സമുദായത്തിന് ആക്കിടവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് മഹാന്മാർ നമുക്ക് വഴിപാട്ടി തന്നോണ്ടുള്ളാറ് എപ്പോഴും നീ നല്ലത് മാത്രം വിത്തിടണു, നല്ലത് മാത്രം നടണു, എങ്കിൽ നല്ലതേ കിട്ടു.
നല്ലത് മാത്രമാണ്. ഒരു പാത്രത്തിക്ക് പാൽ ബീറ്റിയെങ്കിൽ അതിനെ തൊട്ട് പാലെടുക്കുക ഔടു. അതേ സമയത്ത് കള്ള് ബീറ്റിയെങ്കിൽ പാലെടുക്കുക ഔല്ല. മാങ്ങയുടെ തൈ നട്ടെങ്കിൽ അതിലൂടെ മാങ്ങ പ്രതീക്ഷിക്കുക ഔടു. മാങ്ങയുടെ തൈ നട്ടിട്ട് ചെക്ക പ്രതീക്ഷിക്കുക ഔല്ല. ചെക്കര തൈ നട്ടിട്ട് അതിലൂടെ മാങ്ങ പ്രതീക്ഷിക്കുക ഔല്ല. ഓരോരുത്തനും എന്താണോ നടരെ കൃഷിയാക്കടെ അതാണ് അവൻ കൊയ്തെടുക്കടെ. ആ കൃഷിയാക്കുള്ള നല്ലത് കൃഷിയാക്കുള്ള ജാഗയാണ് ദുനിയാവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ധാരാളം നിഅമത്ത് തന്നെങ്കെത്ത ആളാണ്. ആ അള്ളാഹുടെ അറിഞ്ഞ് അവന്റെ പിർസ വെച്ച് ലദ്ദത്തോടെ ടേസ്റ്റോടെ ഇബാദത്തെടുക്കൂ. സാധുക്കളായ നമുക്ക് അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ചൊല്ലതെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ പകർത്തുകൂ. അള്ളാഹു തൗഫീഖ് തരട്ട്. മരണം വരെ ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ജീവിക്കൂ. അള്ളാഹു ഭാഗ്യം തരുമാറാവട്ടെ. അവസാനം ഈമാൻ കിട്ടി ഖൽബുലങ്കി നല്ല സമയത്ത് നല്ല സ്ഥലത്ത് അള്ളാഹു നമുക്ക് മരണം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അവകട മുസീബത്ത് വേജാറുകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രമാൾമാർ ഞങ്ങളെ റായത്തങ്ങ കുടുംബക്കാർ അതുപോലെ പലരും ആക്സിഡന്റായി ബോധമില്ലാണ്ട് ഹോസ്പിറ്റലിലെല്ലാം കിടന്നിട്ടുള്ളാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ഇൽമുടെ ബർക്കത്തുകൊണ്ട് നമുക്ക് നല്ല ബോധം കൊടുക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ആഫാത്ത്, പ്രയാസങ്ങൾ, ആക്സിഡന്റുകൾ, രോഗങ്ങൾ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം കുടുംബത്തെയും ഭാര്യമക്കളെയും അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറായ ഹജ്ജ് ഉംറ ആക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്താക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരൊട്ടിಗೆ ദുആ വസിയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.